ശിവാനി. രചന, അവതരണം ഋതു. ഉണ്ണി ശിവാനിയെ വട്ടം പിടിച്ച് ചുഴറ്റിയെടുത്തു. ശിവാനി വാ പൊത്തിപ്പിടിച്ച് ചിരിയടക്കി. ഇവിടെ വന്ന എന്തിനാണെന്ന് നിനക്കറിയില്ല അല്ലേടി? ഉണ്ണി അവളുടെ കഴുത്തിലായി മുഖം ചേർത്ത് ഇക്കിളിയാക്കി. അവളുടെ പൊട്ടിച്ചിരി അവിടെ ആകെ നിറഞ്ഞു. സത്യമായിട്ടും എനിക്കറിഞ്ഞൂടാ. ചിരിക്കിടയിൽ വാക്കുകൾ ചിതറി വീണു. എന്നാലേ ഞാനത് പറഞ്ഞു തരുന്നില്ല, ചെയ്ത് കാണിക്കാം. ആ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു ചിരി സ്വിച്ചിട്ടതുപോലെ നിൽക്കാൻ. അവൾ ഉണ്ണിയുടെ മുഖത്ത് പകപ്പോടെ നോക്കി. കുസൃതി നിറഞ്ഞ കണ്ണുകളിൽ കൊളുത്തി വലിക്കുന്ന കാന്തികതയുണ്ട്. അതിൽ പെട്ടുപോയാൽ സർവ്വതും മറന്നു പോകുന്നു. ശിവാനി കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കൈയിട്ട് കോർത്തു പിടിച്ചു. പേടിച്ചു പോയോ ശിവ? ഉണ്ണി അവളുടെ ചെവിക്കരികിലായി വന്ന് പതിയെ ചോദിച്ചു. നമ്മൾ എപ്പോഴാ ഇവിടുന്ന് പോവാ? ആ ചോദ്യം കേട്ട് ഉണ്ണി അവളെ തറപ്പിച്ചു നോക്കി. വന്നതല്ലേ ഉള്ളൂ ശിവ, അപ്പോഴേക്കും പോകാൻ തിരക്കായോ? അതല്ല, മറ്റന്നാൾ എക്സാം ഉണ്ട്. നമുക്ക് നാളെ രാവിലെ പോകാം, പോരെ? അവൾ ഒന്ന് മൂളുക മാത്രം ചെയ്തു. എന്താണ്, പെണ്ണിൻ്റെ ശബ്ദാകെ മാറിയല്ലോ. എൻ്റെ കൂടെ ഒറ്റയ്ക്കിങ്ങനെ നിൽക്കാൻ പേടിയുണ്ടോ? ഇല്ല. പിന്നെന്താ എൻ്റെ കൊച്ചങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ. ഉണ്ണി ശിവാനിയെ നിലത്ത് നിർത്തി. അവൾ മുഖം കുനിച്ച് നിൽപ്പാണ്. താടി പിടിച്ചുയർത്തിക്കൊണ്ട് നെറുകയിലായി ചുംബിച്ചു. കണ്ണടച്ചത് സ്വീകരിക്കുമ്പോൾ അവളുടെ ചുണ്ടകൾ വിറച്ചിരുന്നു. വാ, നമുക്കിവിടെയൊക്കെ ഒന്ന് നടന്നു കാണാം. അപ്പോഴേക്കും എൻ്റെ പെണ്ണിൻ്റെ പേടിയൊക്കെ അങ്ങ് മാറും. ഉണ്ണിയുടെ കൈയും പിടിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവൾ ആശ്വാസത്തോടെ ദീർഘശ്വാസം വിട്ടു. സമയം 5 മണി കഴിഞ്ഞിരുന്നു. ദൂരെ മലനിരകൾക്ക് മുകളിൽ ചെമ്പട്ട് വിരിച്ചതുപോലെ ആകാശം ചുവന്നു നിന്നു. കിളികൾ ചുറ്റും കുറുകിക്കൊണ്ടിരുന്നു. ആ നേരത്തിന് കൂടുതൽ ചന്തം നൽകി. കുറച്ചു മുൻപ് കഴിഞ്ഞതെല്ലാം വിസ്മരിച്ചു. ശിവാനി ഉണ്ണിയുടെ കൈവിരലിൽ തൻ്റെ കൈ കോർത്ത് നടന്നു. അവൻ അവൾക്ക് ഓരോ കാഴ്ചകളും പറഞ്ഞു കൊടുക്കുന്ന തിരക്കിലായിരുന്നു. വലതുവശത്തുള്ള 3ാമത്തെ ഹട്ടിൻ്റെ പുറത്തെ ചാരുകസേരയിലിരുന്ന് അശോകൻ അതെല്ലാം സൂക്ഷ്മമായി ഒപ്പിയെടുത്തു. മുമ്പത്തേതിനേക്കാൾ അയാൾ താടി നീട്ടി വളർത്തിയിരുന്നു. ശരീരം അല്പം മെലിഞ്ഞിട്ടുണ്ട്. ഇടതു കണ്ണിൻ്റെ മുകൾ ഭാഗത്തെ ചെന്നിയിലായി നീളത്തിൽ ഒരു മുറിവിൻ്റെ അവശേഷിപ്പുകൾ കാണാം. അയാൾ പതിയെ അതിലൂടെ വിരലോടിച്ചു. ചില ഓർമ്മകളിൽ കുടുങ്ങി കണ്ണുകൾ അടച്ചു. ചോര ഒലിച്ചിറങ്ങിയ മുഖവുമായി ഇരുട്ടിൽ തൊട്ടടുത്ത മരത്തിൻ ചുവട്ടിൽ മറഞ്ഞിരിക്കുമ്പോൾ ഉണ്ണിയുടെ കൈകളിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ശിവാനിയിൽ തന്നെയായിരുന്നു നോട്ടം. അന്ന് കുറിച്ചിട്ടതാണ് ചില കണക്കുകൾ. മരിക്കേണ്ടി വന്നാലും അത് തീർക്കാതെ മടക്കമില്ലെന്ന് ഉറപ്പിച്ചതാണ്. ഷോപ്പിംഗ് മാളിലെ ട്രയൽ റൂമിനകത്ത് കൈപ്പിടിയിൽ കിട്ടിയതായിരുന്നു അവളെ. പക്ഷേ വെരുകിനെ പോലെ വഴുതിപ്പോയി. അങ്ങനെ ചുമ്മാ കൊല്ലാനൊക്കില്ലല്ലോ. കുറേ കാലം കൊതിപ്പിച്ച് നിർത്തിയതല്ലേ. അതൊക്കെ പലിശ സഹിതം മുതലാക്കാതെ മരണത്തിന് വിട്ടു നൽകുന്നത് എങ്ങനെ? അയാൾ കോഫിയും കയ്യിലെടുത്ത് അകത്തേക്ക് നടന്നു. കട്ടിലിൽ വെച്ച ബ്ലാക്ക് സ്യൂട്ട് കേസ് തുറന്നു. ഡ്രസ്സുകൾക്കുള്ളിൽ ഒളിപ്പിച്ച ഒരു നീളമുള്ള കടലാസ് പതിയെ തടവി. കണ്ണിൽ വന്യത തിളങ്ങി. ചുണ്ടിൽ ചിരിക്കു പകരം മറ്റെന്തോ ആയിരുന്നു. നമുക്ക് റൂമിലേക്ക് പോയാലോ ശിവ? അരുവിയിലേക്ക് കാലിട്ട് കളിക്കുന്ന ശിവാനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉണ്ണി ചോദിച്ചു. ഇച്ചിരി കൂടി കഴിയട്ടെ ഉണ്ണിയേട്ടാ, എന്ത് രസാ ഇവിടെ. കുഞ്ഞു മത്സ്യങ്ങൾ കാലിൽ ഇക്കിളിയിടുന്നതിനനുസരിച്ച് അവൾ കിലുങ്ങി ചിരിക്കുന്നുണ്ട്. കുറേ സമയമായി ഒരേ ഇരിപ്പാണ് പെണ്ണ്. കാലിൽ തിളങ്ങി നിൽക്കുന്ന സ്വർണ്ണ പാദസരത്തിൻ്റെ മണികൾ വെള്ളത്തിനൊപ്പം ചിരിച്ചു. ചുവന്ന നെയിൽ പോളിഷ് ഇട്ട നഖങ്ങൾ കാലുകളെ കൂടുതൽ സുന്ദരമാക്കി. അവൻ്റെ കൈകൾ വെള്ളത്തിലേക്ക് നീണ്ടു. മുട്ടുവരെ കയറ്റി വെച്ചിരിക്കുന്ന പാൻറ്റും കടന്ന് കൈകൾ കാൽപാദത്തെ കൊരുത്തു പിടിച്ചു. ശിവാനി 2 കൈയും പിറകിലോട്ട് കുത്തിയിട്ടാണ് ഇരിപ്പ്. അവൻ്റെ സ്പർശത്തിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഉണ്ണി കുറച്ച് മുന്നോട്ട് ഇറങ്ങി നിന്നു. വെള്ളത്തിൽ നിന്ന് തുടുത്ത കാലുകൾ രണ്ടും അവൻ കൈകൊണ്ട് കോരിയെടുത്തു. വെള്ളത്തുള്ളികൾ ഒഴുകി മാറുന്നതവൻ കൗതുകത്തോടെ നോക്കി. ശിവാനി കാലുകൾ പുറകോട്ട് വലിച്ചു. ഉണ്ണിയുടെ ബലിഷ്ഠമായ കരത്തിനുള്ളിൽ അത് ബന്ധിക്കപ്പെട്ടിരുന്നു. അവൻ്റെ നോട്ടത്തെ നേരിടാനാവാതെ മുഖം താഴ്ത്തി പിടിക്കുമ്പോൾ ഉടലാകെ പൂക്കുന്നതായി അവൾക്ക് തോന്നി.
ഉണ്ണി വിരലുകളിൽ മാറി മാറി ചുംബിച്ചു. ഓരോ വിരലുകളും വായിലാക്കി നുണഞ്ഞെടുത്തു. അടിവയറ്റിൽ നിന്ന് 1000 ചിത്രശലഭങ്ങൾ ചിറകടിച്ചുയരുന്നതായി ഒരു തോന്നൽ. അവൾ ഒന്ന് പുളഞ്ഞു. നുണഞ്ഞെടുത്ത് മതിയാകാതെ കണങ്കാലിലൂടെ അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു. വികാരപരവശയായി അവൻ്റെ പേര് വിളിക്കുമ്പോൾ ഉണ്ണിയുടെ മുടിയിഴകളിൽ കൈകൾക്ക് കോർത്തു വലിച്ചിരുന്നു. ഉണ്ണിയേട്ടാ, മതി, വേണ്ട. അവൾ വിറയലോടെ തടഞ്ഞു. അവൻ അത്രയും സുന്ദരമായ കാലിൽ ബലമായി പിടിച്ച് മുന്നോട്ട് വലിച്ചു. ശിവാനി വെപ്രാളത്തോടെ വെള്ളത്തിലേക്ക് വഴുതി വീണു. ഉണ്ണി ഇടുപ്പിലൂടെ വലിച്ചെടുത്ത് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി പുണർന്നു. രണ്ടുപേരും നന്നായി നനഞ്ഞു. ആ തണുപ്പിനിടയിലും അവരുടെ ശരീരത്തിന് ചൂട് പിടിച്ചു. മുഖത്താകെ അവൻ്റെ വിരലുകൾ ഇഴഞ്ഞു നടന്നു. ചുണ്ടുകളെ തഴുകിക്കൊണ്ട് അവൻ്റെ കൈകൾ കഴുത്തിലേക്ക് ഇറങ്ങി വന്നു. നനഞ്ഞു ഒട്ടിയതുകൊണ്ട് മാറിടം മികവോടെ തെളിഞ്ഞു നിന്നു. ഉണ്ണി ഇടത് കൈകൊണ്ട് വലതു മാറിടത്തെ ഞെരിച്ചമർത്തി. ഇറുകെ പൂട്ടിയ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ടവൾ പുറകോട്ട് മാറാൻ ശ്രമിച്ചു. അവൻ കൂടുതൽ ചേർത്ത് പിടിച്ചു. അവൾക്ക് അനങ്ങാനായില്ല. മാറിടത്തിൽ അവൻ്റെ കൈകൾ കുസൃതി കാട്ടിക്കൊണ്ടിരുന്നു. വേണ്ട ഉണ്ണിയേട്ടാ, നോവുന്നു. തളർന്നു പോയ ശിവാനി അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. വേദനിച്ചയിടത്താകെ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളുടെ ശരീരം പിടഞ്ഞുപോയി. നനഞ്ഞൊട്ടിയ മാറിടത്തിലെ ജലാംശം അവൻ ചുണ്ടുകൊണ്ട് വലിച്ചെടുത്തു. പോവാ ഉണ്ണിയേട്ടാ, ആരെങ്കിലും കാണും. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ശിവാനി ചുറ്റും നോക്കി. ആരോ തങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടെന്ന് ഒരു തോന്നൽ അവളിൽ ഭയം പടർത്തി. ഇതുവരെ വികാരപരവശയായി പൂത്തുലഞ്ഞ ശിവാനിയുടെ മുഖത്ത് ഭയം തളം കെട്ടി കിടക്കുന്നത് കണ്ട് ഉണ്ണി സംശയത്തോടെ നിന്നു. എന്താടാ? നമുക്ക് റൂമിൽ പോകാം ഉണ്ണിയേട്ടാ. എനിക്ക് എന്തോ പോലെ, ആകെ നനഞ്ഞു പോയി. ആരെങ്കിലും കണ്ടാ? അവൾ അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. ശിവാനിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഉണ്ണി അവളെ 2 കൈയിലായി കോരിയെടുത്ത് തങ്ങളുടെ ഹട്ടിലേക്ക് നടന്നു. അകാരണമായി അവളുടെ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നൊരു തോന്നൽ മനസ്സിനെ ആകെ അസ്വസ്ഥമാക്കി. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാത്തതിനാൽ ഉണ്ണിയോട് തൻ്റെ തോന്നലുകൾ ഒന്നും പറയണ്ട എന്ന് അവൾ വിചാരിച്ചു. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലധികം ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. കുളിച്ചിട്ട് ഡ്രസ്സ് മാറ്റിയാൽ മതി ശിവ. നനഞ്ഞൊട്ടിയ ശരീരത്തെ ടവൽ കൊണ്ട് ചുറ്റിക്കൊണ്ടവൻ പറഞ്ഞു. ഉണ്ണിയേട്ടനും ആകെ നനഞ്ഞു. തൻ്റെ ചുമലിൽ പൊതിഞ്ഞ ടർക്കി എടുത്ത് ശിവാനി ഉണ്ണിയുടെ തല തുവർത്തി കൊടുത്തു. അവൾ പെരുവിരലിൽ കാലുകുത്തി അല്പം പ്രയാസപ്പെട്ടാണ് ആ പണി ചെയ്തത്. ഉണ്ണി അത് കണ്ട് തല കുനിച്ചു കൊടുത്തു. ശരിക്കും നീ ഒരു കൊച്ചു കുഞ്ഞാണല്ലേ, എൻ്റെ പകുതിയേ ഉള്ളൂ. അത് കേട്ടപ്പോൾ അവൾ തല തുവർത്തുന്നത് നിർത്തി ഇടുപ്പിൽ കൈകുത്തി അവനെ തറപ്പിച്ചു നോക്കി. അപ്പോഴേക്കും മുഖാകെ ചുവന്നു വന്നല്ലോടി. ഉണ്ണി അവളുടെ മൂക്കിൽ ചെറുതായി കടിച്ചു. വേദനിച്ചൂട്ടോ. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പെണ്ണിന് വേദനയാണല്ലോ. ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? എന്ത് കാര്യങ്ങൾ? ശിവാനി മനസ്സിലാകാതെ ചോദിച്ചു. അതൊക്കെ ചേട്ടൻ ചെയ്യുമ്പോൾ അറിഞ്ഞാൽ മതി. ഇപ്പോൾ ഞാൻ പോയി പെട്ടെന്ന് കുളിച്ചു വരാം. അയ്യോ ഉണ്ണിയേട്ടാ, എനിക്ക് തണുക്കുന്നു. എന്നാ നമുക്കൊരുമിച്ച് കുളിക്കാം. ശിവാനി പെട്ടെന്ന് 2 അടി പിറകോട്ട് മാറി. അയ്യോ വേണ്ട ഉണ്ണിയേട്ടൻ, പെട്ടെന്ന് വന്നാൽ മതി. എൻ്റെ മുടിയൊന്നും നനഞ്ഞിട്ടില്ല, അതുകൊണ്ട് സാരമില്ല. ശിവാനി പറഞ്ഞു കേട്ടതും ഉണ്ണി തിരക്കിട്ട് വാഷ്റൂമിൽ കയറി. 5 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നു. ഇതെന്താ കാക്കക്കുളിയോ? തൽക്കാലം ഇപ്പം അത്രയും മതി. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കുളിക്കാം. അതെന്തിനാ 2 തവണ കുളിക്കുന്നേ? അവൾ ആലോചിച്ചു. ശിവ. വാഷ്റൂമിലേക്ക് കയറുന്നതിനിടയിൽ ഉണ്ണി പുറകിൽ നിന്ന് വിളിച്ചു. അവൻ്റെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു. കുളിച്ചിട്ട് ഇതിട്ട് വന്നാൽ മതി. അവൾ മടിയോടെ അത് വാങ്ങി. ഇനി വല്ല മറ്റേ ഡ്രസ്സെങ്ങാനും ആണോ? അവൾക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഉണ്ണി ഡ്രസ്സ് മാറാൻ തുടങ്ങി. ശിവാനി ബാത്റൂമിൽ കയറി കതകടച്ചു. കുളിച്ചു കഴിഞ്ഞ് ഉണ്ണി തന്ന കവറിലേക്ക് അവളൊന്ന് നോക്കി. കണ്ണുകൾ വിടർന്നു വന്നു. ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ചുവന്ന ഒരു ഷിഫോൺ സാരി, അതേ നിറത്തിലുള്ള ബ്ലൗസ്, ബാക്കിയെല്ലാം ഉണ്ട് കൂടെ. അത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത നാണം തോന്നി. സാരി പ്ലീറ്റ് എടുത്ത് ഉടുക്കാൻ അറിയാത്തത് കൊണ്ട് മുന്താണി വിടർത്തിയിട്ടു. പുറത്തേക്കിറങ്ങാൻ അല്പം വിമ്മിഷ്ടം തോന്നി. അവൾ പതിയെ കതക് തുറന്നു.
മുന്നിലേക്ക് നോക്കിയ ശിവാനി ആ കാഴ്ച കണ്ട് അമ്പരന്ന് പോയി. മുറി മുഴുവൻ പല നിറത്തിലുള്ള വലിപ്പത്തിലുള്ള മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിരിക്കുന്നു. വെളുത്ത പതുപതുത്ത ബെഡ്ഷീറ്റിൽ നിറയെ റോസാപ്പൂക്കളുടെ ഇതളുകൾ. മുൻവശത്തെ വാതിൽ ചാരി അതിനോട് ചേർന്ന് നിന്ന് ഒരു ട്രാക്ക് പാൻറ് മാത്രം ധരിച്ച് ഉണ്ണിയേട്ടൻ കൈകെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്നു. ശിവാനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയാതെയായി. അതെല്ലാം കണ്ട് അവളുടെ ഹൃദയം പതിവിലധികം വേഗത്തിൽ തുടിക്കാൻ തുടങ്ങി. കുളിച്ചിറങ്ങിയിട്ടും ശരീരത്തിൽ പലയിടത്തും വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചു. കാട്ടുചെമ്പകത്തിൻ്റെ സുഗന്ധം അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നതായി തോന്നി. ശിവാനി ചുണ്ടുകടിച്ച് ഉണ്ണിയെ നോക്കാനാകാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. ശിവ. ഉണ്ണിയുടെ വിളിയിൽ അവളുടെ മിഴികൾ പിടഞ്ഞു. അവൻ മുന്നോട്ട് നടന്നു വന്നു. വലങ്കൈയിൽ പിടിച്ച കാട്ടുചെമ്പകത്തിൻ്റെ ഇതളുകൾ അവളുടെ മുഖത്തേക്ക് ഊതിത്തെറിപ്പിച്ചു. പിടഞ്ഞുകൊണ്ടവൾ മുഖം വെട്ടിച്ചു. ശിവ, എന്നെ നോക്കാൻ എന്താ ഇത്ര മടി? അവൻ അവളുടെ മുഖം അവന് നേരെ പിടിച്ചു നിർത്തി. എൻ്റെ മുഖത്ത് തന്നെ നോക്കണം ശിവ. എനിക്ക് പിടക്കുന്ന കണ്ണുകൾ കാണണം, നനഞ്ഞ ചുണ്ടുകൾ കാണണം. എൻ്റെ പെണ്ണിന് ഈ കാട്ടുചെമ്പകത്തിൻ്റെ മണ അതെന്നെ മത്തു പിടിപ്പിക്കും. ഉണ്ണിയേട്ടാ. അവൻ്റെ വാക്കുകളുടെ തീവ്രത താങ്ങാനാവാതെ ശിവാനി വിളിച്ചുപോയി. എനിക്ക് വേണം ശിവ, നിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ. പേടിയാണെന്ന് മാത്രം പറയല്ലേ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ലടി. ശിവാനിക്ക് ഒന്നും പറയാനായില്ല. ശരീരം മുഴുവൻ വിറക്കുന്നുണ്ട്, തൊണ്ട വരളുന്നത് പോലെ. ശിവ, എൻ്റെ പെണ്ണിനെ ഇങ്ങനെ കാണാൻ എന്തു ഭംഗിയാണെന്നറിയോ? ഉണ്ണി ശിവാനിയെ തിരിച്ചു നിർത്തി വലിയൊരു നിലക്കണ്ണാടിക്ക് മുന്നിൽ കൊണ്ടുചെന്നു. പിടച്ചിലോടെ അവൾ അതിലേക്ക് നോക്കി. ഒറ്റ പ്ലീറ്റിൽ ഇട്ടതുകൊണ്ടാകണം ശരീരവടിവ് കൃത്യമായി കാണാം. സാരിക്കുള്ളിലൂടെ ബ്ലൗസും വയറും വ്യക്തമാണ്. പൊക്കിൽ ചുഴി വശ്വതയോടെ കൊതിപ്പിച്ച് നിർത്തുന്നുണ്ട്. നീളമുള്ള അവൻ കെട്ടിയ താലി അലങ്കാരമായി മാറിലിഴയുന്നു. അവൾ ലോക്കറ്റിലെ വെള്ളക്കല്ലിലേക്ക് നോക്കി. ആ പേരിലൂടെ അവൾ വിരലോടിച്ചു. കഴുത്തിലൂടെ ഉണ്ണിയുടെ വലത് കൈ ചുറ്റിപ്പിടിച്ച് തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തി. ശിവ, അവൻ കണ്ണാടി നോക്കി വിളിച്ചു. എനിക്ക് വേദനിപ്പിക്കണമെന്ന് തോന്നുക ശിവ. നിന്നെ കടിച്ചു തിന്നാൻ തോന്നുന്നു, കൂടുതൽ അറിയാൻ തോന്നുന്നു. എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നു ശിവ. അവൻ അവളുടെ മുടികളിലേക്ക് മുഖം പൂഴ്ത്തി. ശിവാനി പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അവൻ്റെ മുഖം 2 കൈകളിലായി ചേർത്ത് പിടിച്ചു. നെറ്റിയിലും കണ്ണിലും 2 കവിളുകളിലും ചുണ്ടുകളിലുമായി അല്പം വിറയലോടെ ചുംബിച്ചു. അപ്പോഴേക്കും അവൾ തളർന്നു പോയിരുന്നു. എനിക്കും എന്തൊക്കെയോ തോന്നുവാ ഉണ്ണിയേട്ടാ. വിറച്ചുകൊണ്ട് മുറിഞ്ഞുപോയ വാക്കുകൾ അവളിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വിശ്വസിക്കാനാവാതെ ഉണ്ണി അവളെ തന്നെ നോക്കി നിന്നു.